त्वं वायुरग्निरवनिर्यदं भूमात्राः प्राणेन्द्रियाणि चिदनुग्रह प्राणेन्द्रियाणि हृदयं चिदनुग्रहश्च सर्वं त्वमेव सगुणो विगुणश्च भूमन् नान्यत्वदस्ति अपि मनोवचसा निरुक्तम्. നരസിംഹാവതാരം കണ്ടു. പ്രഹ്ലാദൻ്റെ സ്തുതി വളരെ വിസ്താരമായ സ്തുതിയാണ് ഭാഗവതത്തിൽ. ഭക്തിസാധന മുഴുവൻ അതിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവസാനമായി പ്രഹ്ലാദൻ ആ സ്തുതി അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ശ്ലോകം. ഇതാണ് പ്രഹ്ലാദനെ നമ്മൾ പൊതുവെ പറയുമ്പോൾ തന്നെ തൂണിലും തുരുമ്പിലും നാരായണൻ എന്നൊക്കെ പറഞ്ഞ് എളുപ്പത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ത്വം വായുഃ അഗ്നിഃ അവനിഃ വിയത് അംബുമാത്രാഃ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദ് അനുഗ്രഹശ്ച സർവം ത്വമേവ. ഇത് നമ്മൾ അർത്ഥം പറഞ്ഞു. സഗുണോ വിഗുണശ്ച ഭൂമൻ എന്ന് വെച്ചാൽ ഹിരണ്യകശിപുവിനെ നോക്കുമ്പോഴും പ്രഹ്ലാദന് അത് ഭഗവത് ദർശനമാണ്, ബ്രഹ്മദർശനമാണ്. അതുകൊണ്ടാണ് ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ മുമ്പിൽ പവർലെസ് ആവണത്. അല്ലെങ്കിൽ അച്ഛന് മകനെ രണ്ട് കൊടുത്തൂടെ, തല്ല് ഒരിക്കലും തല്ലിയില്ല. ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നല്ലാതെ സ്വയമേവ ഒരിക്കലും ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് കസ്തേ ബലമിതി ഇത് ചോദിച്ചത്. ബലം നമ്മൾ ഒരാളെ ഭഗവത് സ്വരൂപമായിട്ട് കണ്ടാൽ അവർക്ക് നമ്മളെ ചതിക്കാനോ നമ്മളെ വെറുക്കാനോ നമ്മളെ ആക്രമിക്കാനോ സാധിക്കില്ല എന്നാണ്. അതാണ് നമ്മൾ ആൻവീക്ഷികീ വിദ്യ എന്ന് പറഞ്ഞാൽ ആൻവീക്ഷികീ മലർക്കായ പ്രഹ്ലാദാദിഭ്യ ഊച്ചിവാൻ സർവം ത്വമേവ ഇദം സർവം യദയം ആത്മാ. ഇതൊരു മഹാവാക്യമാണ്. ഇവിടെ കാണുന്നതൊക്കെ തന്നെ ഈശാവാസ്യം എന്ന് പറഞ്ഞല്ലോ. ഇത് ഈശ്വരനെ കൊണ്ട് നിറയ്ക്കൊന്നും വേണ്ട, ഇത് ഈശ്വരനാണ്. നമുക്ക് അല്ലാൻ തോന്നുന്നത് കളയേ വേണ്ടൂ. ന അന്യത് ത്വദസ്തി. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒക്കെ എന്തൊക്കെ പറയപ്പെടുന്നുണ്ടോ ഒക്കെ ഭഗവാൻ തന്നെയാണ്. പക്ഷേ ഈ തത്വത്തിനെ നൈതേ ഗുണാഹ ന ഗുണിനോ മഹദാദയോ യേ സർവേ മനഃപ്രഭൃതയ സഹദേവമർത്യാഹ ആദ്യന്തവന്തഃ. ഇന്ദ്രിയങ്ങളും സത്വരജസ്തമോ ഗുണങ്ങളും ഒക്കെ ആദ്യം അന്തവുമുള്ളവകളാണ്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി സുധിയ നല്ല തത്വവിത്തുക്കൾ വിരമന്തി ശബ്ദാത്. ഇനിയൊന്നും ഞങ്ങൾ പുസ്തകം പഠിക്കലൊക്കെ നിർത്തി. ഇനി കിം അധ്യേഷ്യാമഹേ കിമർത്ഥം വയം യക്ഷ്യാമഹേ നാനുധ്യായേത് ബഹൂൻ ശബ്ദാൻ വാചോ വിഗ്ലാപനം ഹി തത്. ഇതൊക്കെ ടീകാകാരൻ ഉദ്ധരിക്കുന്ന വാക്യങ്ങളാണ്, ശ്രുതിവാക്യങ്ങളാണ്. ഇനി എന്തിനാണ് ഞങ്ങളിപ്പോൾ പഠിക്കണപ്പോൾ ഈ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മൗനം ആയിട്ട് തീർന്നു എന്നാണ്. സ്വരൂപമൗനത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞാണ് പ്രഹ്ലാദൻ അവസാനിപ്പിക്കുന്നത്. വിരമന്തി ശബ്ദാത്. ആ സ്ഥിതിയിലാണ് ഭക്തിം ജനഃ പരമഹംസഗതോ ലഭേത എന്ന് വെച്ചാൽ ഭഗവത് ഇതരമായിട്ട് വേറെ ഒന്നും ഇല്ല എന്നുള്ള സർവാത്മഭാവം. ഇതാണ് നമ്മൾ പ്രഹ്ലാദനിൽ കാണുന്ന വിഭൂതി. ഇത് കഴിഞ്ഞ് സപ്തമസ്കന്ധത്തിൽ ധാരാളം ഏകാദശ സ്കന്ധത്തിൻ്റെ ഒരു ചോട്ട ഫോം ചെറിയ ചെറിയ ഉപദേശഭാഗങ്ങളൊക്കെ ധാരാളമുണ്ട്. പ്രഹ്ലാദനും ഒരു അവധൂതൻ ദത്താത്രേയൻ അതേ ആൾ തന്നെയാണ്. ഒരു സംവാദം നടക്കുന്നതുമൊക്കെ ഉണ്ട്. സഹ്യ
സഹ്യസാനൂല് വെച്ചിട്ടാണ് കാണുന്നത്. അവിടെ ഈ സംവാദമൊക്കെ നടന്നു. അതിനു മുമ്പ് നാരദൻ പല ധർമ്മങ്ങളും നിരൂപണം ചെയ്തു. ബ്രഹ്മചാരി, ഗാർഹസ്ഥ്യൻ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ സന്യാസാശ്രമം പറയുമ്പോൾ വിസ്തരിച്ച് ഈ ബ്രാഹ്മണൻ അവധൂതൻ പ്രഹ്ലാദൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ഗംഭീരമാണ്. ഇങ്ങനെ യതികൾക്ക് ഇതിനേക്കാളും സുഖമായൊരു ഉപദേശമില്ല. യതിധർമ്മം ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ഗൃഹസ്ഥൻ ഇതെങ്ങനെ പ്രാപിക്കും? ഇത് സന്യാസികൾക്ക് ശരി, ഗൃഹസ്ഥന് ഈ ഭഗവത് പ്രാപ്തി വേണ്ടേ? അപ്പോൾ ഗൃഹസ്ഥ ഏതാം പദവീം വിധിനാ ഏന ചാഞ്ചസാം യാതി ദേവഋഷേ ബ്രൂഹി മാതൃശോ ഗൃഹമൂഢധീഹി. എന്നെപ്പോലെയുള്ളവർ, ഈ ഗൃഹസ്ഥാശ്രമത്തിലുള്ളവർ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ധർമ്മപുത്രർ ചോദിക്കുന്നത്. അപ്പോൾ നാരദൻ വളരെ സിമ്പിളായിട്ട് ഗൃഹസ്ഥധർമ്മം, ഗൃഹസ്ഥൻ എങ്ങനെയൊക്കെ ജീവിച്ചാലാണ് അധ്യാത്മമായ പുരോഗതിയും ക്രമേണ ജ്ഞാനവും ഉണ്ടാവുക എന്നുള്ളത് 14-ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞു. ഗൃഹത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിന് എന്തൊക്കെ കർമ്മങ്ങൾ വേദം വിധിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് തന്നെ അതൊക്കെ ആ കർമ്മങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലാതെ അതൊക്കെ ഭഗവതർപ്പണമാക്കി ചെയ്യുക. വാസുദേവാർപ്പണം സാക്ഷാത് ഉപാസീത മഹാമുനീന്. ഇടയ്ക്കിടയ്ക്ക് സത്സംഗം വേണം. ഗൃഹസ്ഥന് പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ആ ഫ്യൂവൽ നിറയ്ക്കണം. അല്ലെങ്കിൽ ഈ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ മനസ്സങ്ങനെ ചെതറിപ്പോവും, സ്കാറ്റേർഡായിട്ട് പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സത്സംഗം വേണം. ഉപാസന ചെയ്യണമെന്നാണ് പറയുന്നത്. മഹാമുനിക്കളെ ഉപാസന ചെയ്യണം. ഇപ്പം ഈ സത്സംഗം ഇങ്ങനെ ഇരിക്കണുണ്ടല്ലോ, ഇത് ഉപാസനയാണ്. ഉപാസീത മഹാമുനീന്. നമ്മളിവിടെ ഇരുന്ന് ഭാഗവതത്തിനെ ഉപാസിക്കുകയാണ്. മള്ളിയൂർ ഒരിക്കൽ പറഞ്ഞു, എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവേനി പറഞ്ഞത് 36 വർഷമെങ്കിലും ഭാഗവതം ഉപാസിക്കണം. എവിടെ 36 വർഷമെങ്കിലും അത് ശ്രവണം ചെയ്ത് ഉപാസന ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശൃണ്വൻ ഭഗവതോഭീക്ഷണം അവതാര കഥാമൃതം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുക? സത്സംഗത്തോടു കൂടെ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഭഗവത് കഥ ശ്രവണം ചെയ്യണം. എങ്ങനെ ശ്രവണം ചെയ്യണം? ഒരുപാട് ജോലി ഉണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഉപശാന്ത ജനാവൃത, ഒരുപാട് ആളുകളൊക്കെ നമുക്കറിയുന്ന ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ല. ഏകാന്തമായിട്ട് ഇരുന്ന് സൗഖ്യമായിട്ട് ഭഗവത് കഥ ശ്രവണം ചെയ്യണം. ശ്രദ്ധധാനഃ, ശ്രദ്ധയോടുകൂടെ. അങ്ങനെ സത്സംഗത്തിൻ്റെ ശരിയായ ഒരു രസമുള്ളിൽ വരണം മനുഷ്യൻ. സത്സംഗം എന്നുള്ള ഉപാസന, അതിൻ്റെ രസം ശരിക്ക് വരണം. അങ്ങനെ സത്സംഗാത് ശനകൈഹി, പതുക്കെ 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 സംഘം, അറ്റാച്ച്മെൻറ്റ്. ഈ അറ്റാച്ച്മെൻറ്റ് സ്വയമേവ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാന്ന് ഗീതയിൽ പറഞ്ഞു. ഭാഗവതത്തിൽ ദേവഹൂതി കപില ഭഗവാനോട് പറഞ്ഞു, എൻ്റെ സംഘം അറുത്തു കളയാനുള്ള കുഠാരം ആയിട്ട് അവിടുന്ന് തീരണം എന്ന്. ഭഗവത് കൃപ കൊണ്ടേ ഈ പിടിയിൽ നിന്നൊക്കെ വെളിയിൽ വരാൻ പറ്റുള്ളൂ. ഉർവാരുക്കമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. അപ്പം അതുകൊണ്ട് സത്സംഗാത്ത് ശനകൈഹി, പതുക്കെ പതുക്കെ. സംഘം ആത്മജായ ആത്മജാതിഷു, മക്കള്, ഭാര്യ, കുട്ടികൾ, ഭർത്താവ്, എല്ലാത്തിനോടും നിസ്സംഗത, ഒന്നും ഉപേക്ഷിക്കണ്ട. ഓവർ ഒബ്സഷൻ, അവരെ ഉപദ്രവിക്കണമെന്ന് നിർത്തിയാൽ മതി. ഞാൻ പറയണത് കേൾക്കണോ, അത് പറയണം എല്ലാത്തിലും ഇൻ്റർഫിയർ ചെയ്ത് അവരെ ഉപദ്രവിക്കണത് നിർത്തിയാൽ തന്നെ വലിയ കാര്യമായി എന്നർത്ഥം. സത്സംഗാത് ശനകൈഹി സംഘം ആത്മജായ കാരണം ഈ
അറ്റാച്ച്മെൻറ്റും സ്നേഹവും ഒന്നല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്യും. അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോൾ സഹായവും ചെയ്യില്ല. ഈ അറ്റാച്ച്മെൻ്റ് എങ്ങനെ അറിയുമോ? ഈ കുട്ടികൾ ഓടിയിട്ട് എവിടെയെങ്കിലും തട്ടിക്ക് വീഴും. അപ്പം 4 നിലവിളിച്ച് പള അവൻ വീണതും പോരാ, മുതുകത്ത് 4 അടിയും കൊടുക്കും. ഇത് സ്നേഹമാണോ? ഇതാണ് നമ്മൾ ചെയ്യുക ലോകത്തിൽ. നമുക്ക് സംഘം വരുമ്പോൾ അവർ തന്നെ ബുദ്ധിമുട്ടിയിട്ടിരിക്കുകയാണ്, അതിൻ്റെ മേലെ നമ്മളുടെ കുറേ ചീത്തയും ഒബ്സഷനും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പതുക്കെ വിട്ട് ആത്മജാദിഷു വിമുച്യേത്, അതിന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ മുച്യമാനേഷു സ്വയം സ്വപ്നവതുത്ഥിത, സ്വപ്നത്തിൽ നിന്നും ഉണർന്ന പോലെ എന്നാണ്. വളരെ മനോഹരമായ ടീക്ക. പുമാൻ സ്വപ്നദൃഷ്ടേഷു പുത്രാദിഷു യഥാ ഉത്ഥിത മമതാം സംഘം വിമുഞ്ചതി തദ്വത്. സ്വപ്നത്തിൽ മക്കളെയും ഇവരെയൊക്കെ കണ്ടു എണീറ്റ് കഴിയുമ്പോൾ അവരൊന്നും ഇപ്പോൾ ഇല്ല. അതേപോലെ തന്നെ ഈ അവിദ്യ പോയി കഴിയുമ്പോൾ, അജ്ഞാനം പോയി കഴിയുമ്പോൾ നിസ്സംഗത ഉള്ളിൽ വരുന്നു. എന്നാലും ഉള്ളിൽ നിസ്സംഗത വന്നാലും സംഘമുള്ളവനെ പോലെ തന്നെ അവിടെ ഇരുന്നു കൊള്ളുക എന്നാണ്. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, രാമകൃഷ്ണ പരമഹംസർ പറയും, വലിയ പണക്കാരൻ്റെ വീട്ടിലുള്ള പണിക്കാരി, ആ വീട്ടിൽ 10-40 വർഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവർ അവിടുത്തെ ജോലിയൊക്കെ ചെയ്യും, അവിടുത്തെ മരുമകളെ ചീത്ത പറയും, അവിടുത്തെ മകനെ ചീത്ത പറയും, സമയത്തിന് ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ ചീത്ത പറയും. അവരുമൊക്കെ ഇവർ പറഞ്ഞാൽ വില വയ്ക്കും. എന്തെങ്കിലും വീട്ടിലത്തെ പഴയ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ വേലക്കാരിയോട് ചോദിക്കും. പക്ഷെ ആ വേലക്കാരിക്ക് അറിയാം ഞാനിവിടുത്തെ ആരുമല്ല. ഒരു ദിവസം പോകാൻ പറഞ്ഞാൽ ഒന്നും എടുക്കാതെ പോകണം എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. ഇതുപോലെ ലോകത്തിൽ ഇരുന്നോളൂ എന്നാണ്. എല്ലാത്തിനോടും പ്രിയത്തോടുകൂടെയും ഒക്കെ ചെയ്തു കൊള്ളുക. പക്ഷേ ഈ ഒരു കുരുവി, ഭാഗവതം പറയുന്ന ദൃഷ്ടാന്തമാണ്, ഗൃഹേഷു ഖഗവത്, ഒരു പക്ഷി ഒരു നീടത്തിൽ ഒരു കൊമ്പിലിരിക്കുമ്പോൾ ഫുൾ വെയിറ്റ് ആ കൊമ്പിലിട്ടിട്ട് സ്വസ്ഥമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ കൊമ്പ് പൊട്ടി വീണാൽ പക്ഷി വീഴില്ല, അത് പറന്നു പോകും. അതുപോലെ വിവേകമുള്ളവൻ ഇവിടെ വിഷമിക്കില്ല. ഇവിടെ വിഷമങ്ങളൊക്കെ വരും, പക്ഷെ അതുകൊണ്ട് നിസ്സംഗമായിട്ടിരിക്കുക. എന്നിട്ട് ജ്ഞാതയ പിതരോ പുത്രാഹ ഭ്രാതര സുഹൃദോപരേ യദ് വദന്തി യദിച്ഛന്തി ച അനുമോദേത നിർമ്മമഃ. ബന്ധുക്കൾ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മായി അച്ഛൻ, അമ്മായിയമ്മ, ആരൊക്കെ ഉണ്ടോ അവരൊക്കെ എന്തൊക്കെ പറയണോ എല്ലാം കേട്ടിട്ട് റൈറ്റ്, എല്ലാം അനുമോദേത്, ശരി എന്ന് പറഞ്ഞ്. കാരണം നമുക്ക് സംഘമുള്ളപ്പോഴാണ് നമ്മളുടെ അഭിപ്രായവും ശണ്ടയും ഒക്കെ വരിക. ഒന്നും വേണ്ട. ഈ ഒരു ചെട്ടിയാർ ബൊമ്മ ഉണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും തല. അത് ആരോ നല്ല ബുദ്ധിശാലി ആയിട്ടുള്ള ഒരാൾ ഡെവലപ്പ് ചെയ്ത ഐഡിയ ആണ്. അത് വീട്ടിലിങ്ങനെ വെക്കണം. എന്നിട്ട് എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ലാതെ വായ കൊണ്ട് പറയാൻ പാടില്ല. അനുമോദേത വൈ ദ്വിജഃ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ ഈ ലോകത്തിലുള്ള സ്വത്ത് സമ്പത്തൊക്കെ ഭഗവാന്റെ ആണെന്ന് കരുതിക്കൊള്ളുക എന്നാണ്. എന്തൊക്കെയുണ്ട്, സർവം അച്യുത നിർമ്മിതം. അതുകൊണ്ട് ഇതിൽ നമുക്ക് വേണ്ടത് എന്താ? യാവത് ഭ്രിയേത ജഠരം. ഒരു കമ്മ്യൂണിസവും സോഷ്യലിസവും ഇങ്ങനെ പറയാൻ പറ്റില്ല. വയറ് നിറയ്ക്കാൻ എത്ര കണ്ട് വേണോ അത്രയേ നമ്മുടെ ഉള്ളൂ. അതിലധികം അഭിമാനിക്കുന്നവൻ കള്ളനാണ്. സസ്തേന, അവൻ സ്തേനനാണ്. ദണ്ഡമർഹതി എന്നാണ്. ഒലയ്ക്ക കൊണ്ട് തല്ലണം. ഒലയ്ക്ക കൊണ്ട് തല്ലാനൊക്കെ ഇവർ റെഡിയായി കളയും, ആരെ വേണമെങ്കിൽ തല്ലാന്നാണ്. അപ്പോൾ സ്തേന ദണ്ഡമർഹതി. അപ്പോൾ എന്താ കാര്യം? മമതയില്ല, നിസ്സംഗത. ഇങ്ങനെ പറഞ്ഞ് ഇനിയും കുറേ കാര്യം പറയും കേട്ടോ. എന്താ പറയണമെന്ന് വെച്ചാൽ, ഒരു ഗൃഹസ്ഥൻ പശു, നായ, ഒട്ടകം, എലി, കൂറാൻ, പക്ഷികൾ, കൊതുക്, മക്ഷികാഹ, മൂട്ട, ഇതൊക്കെ ഇവരെയൊക്കെ എങ്ങനെ കാണണം സ്വാമി? ആത്മനഃ പുത്രവത് പശ്യേത്.
ഈ കൊതുകിനും മൂട്ടയ്ക്കും സ്വന്തക്കാർക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും കടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കണേ. ഇത് കടിക്കുമ്പോൾ നമ്മൾ ഇതിനങ്ങനെ പറയണില്ല, അത്രേ ഉള്ളൂ. എല്ലാം കടിക്കും. നമ്മൾ അവരെയും കടിക്കും, അവർ നമ്മളെയും കടിക്കും. ലോകത്തിലുള്ളപ്പോൾ നമ്മൾക്കും കൊതുകും മൂട്ടയും ഒക്കെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ ഈ സ്നേഹം വ്യാപിപ്പിക്കാനാണ് ഭക്തി. അപ്പോൾ പറഞ്ഞില്ലേ, പാമ്പുമേക്കാട്ട് പോയിട്ട് വന്ന് വീട്ടിൽ വന്നും പാമ്പിനെ കൊന്നു. അധികവും ഹിംസ അറിവില്ലായ്മയാണ്. പലരും ധരിക്കണത് ഹിംസിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ്. എലി, പലരും പറയണത് ഈ സ്വാമി എലിയെ കൊല്ലാൻ എന്തിനാ കൊല്ലണം, പിടിച്ച് കൊണ്ടുവിടും. ഞങ്ങളുടെ അവിടെ നോക്കൂ, എലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവസാനം ആ ഒരു എലിയെ പിടിച്ച് ഒരു നാമമൊക്കെ ഇട്ട് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഒരു സംശയത്തിന്. എന്നിട്ട് കൊണ്ടുപോയി എവിടെയോ ദൂരത്ത് കൊണ്ടാക്കി. പിന്നെയാണ് മനസ്സിലായത് മൂപ്പര് തന്നെയാണ് വരണമെന്ന്. ഇപ്പോഴുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ ആ വാതിലൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ അടച്ചു വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ അടച്ചു വെച്ച് അതിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും അവർ ഈ വാതിലൊക്കെ അടച്ചാൽ പേപ്പറായിട്ട് മാറി അടിയിൽ കൂടെ വരും. അത്രയ്ക്ക് ശക്തിയുണ്ട് അവർക്ക്. നമ്മളെക്കാളൊക്കെ ഇവോൾവാണ് അവർ. എന്തൊക്കെയോ സിദ്ധികളാണ്. കാലൊക്കെ ഒരു സമയം കാലിൽ ഈ സ്കിന്നൊക്കെ വരണ്ടു പോയതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ നമ്മളെ ഉപദ്രവിക്കണം എന്ന് വന്നിട്ടൊന്നുമല്ല. അവർക്ക് ആഹാരം വേണം. നമ്മുടെ അവിടെ ആണെങ്കിലോ ഇങ്ങനെ പഴം വരുന്നുണ്ടല്ലോ, കൊണ്ടുവരേണ്ടത്. അതിൽ അവർ നോക്കൂ, ഈ പഴമൊന്നും അവർക്ക്, അതിൽ ഒരു പഴത്തിൽ ഒരു പീസേ അവർക്ക് വേണ്ടൂ. അതിനാണ് അവർ വരുന്നത്. അത്രയേ ഉള്ളൂ അവരുടെ വിശപ്പ്. ഇതിന് പലപ്പോഴും നമ്മളവരെ കൊല്ലും. ചട്ടമ്പി സ്വാമി ഒരു വീട്ടിൽ പോയി താമസിക്കായിരുന്നു. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, സ്വാമി ഇങ്ങനെ ആരെയും ഹിംസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ. ഈ ഒരു മുണ്ടെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഈ നേരിയത് മുഴുവൻ കടിച്ച് കീറിയിരിക്കുകയാണ് എലി, വിഷം വയ്ക്കും ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, ഒരു നല്ല സംഗീതജ്ഞൻ, സിദ്ധനായിരുന്നുവല്ലോ അദ്ദേഹം. അപ്പോൾ ഒരു രാഗമൊക്കെ പാടി കുറച്ച് നെല്ല്, പ്രത്യേക തരം നെല്ല്, അതൊക്കെ എടുത്ത് വെച്ച് പാടി ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 10-12 എലി അവിടെ വന്നു. എന്നിട്ട് ആ എലികളോട് ഇദ്ദേഹം വർത്തമാനം പറയുക, അതേ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, മനുഷ്യരും നല്ലവരല്ല. ഈ നമ്പ്യാരോ മറ്റോ ആണ് അദ്ദേഹം. ഈ നമ്പ്യാരുടെ നേരിയത് കടിച്ചത് ആരാന്ന് കാണിച്ചിട്ട് ചോദിച്ചു. അതിലൊരാൾ ഈ സ്കൂളിൽ പിള്ളേർ മാറി നിൽക്കണ പോലെ മാറുന്നു. എലി. അപ്പോൾ പറഞ്ഞു, കടിക്കരുത് കേട്ടോ, നമുക്കിട്ട് അവർ വിഷം വയ്ക്കും എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഒന്നാണെന്നാണ് സർവഭൂത, നമുക്ക് അവർ വിഷം വയ്ക്കും എന്ന് പറഞ്ഞു. പിന്നെ ആ വീട്ടിലെ എലിയെ കണ്ടിട്ടേ ഇല്ല എന്നാണ്. രമണ ഭഗവാൻ ഒരിക്കൽ പറഞ്ഞു, ഈ കുരങ്ങുകളെ പിടിച്ച് ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ എക്സ്പെരിമെൻറ്റിന് അമേരിക്കയിലേക്ക് കുരങ്ങുകൾ വേണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് പെർമിഷൻ എടുത്ത് കുറച്ച് പേര് ഈ കൂടുമൊക്കെ ആയിട്ട് തിരുവണ്ണാമലയിലൊക്കെ വന്നു. പല സ്ഥലത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭഗവാൻ ആശ്രമത്തിലുള്ള കുരങ്ങുകളോട് പറഞ്ഞു, എടേ ടിക്കറ്റ് എടുത്ത് വെച്ചാ ചോദിച്ചു ഈ കുരങ്ങുകളുടെ അടുത്ത്. അന്നൊക്കെ ഈ പാസ്പോർട്ട് വിസ എന്നല്ല, ഭഗവാൻ നിങ്ങളൊക്കെ ടിക്കറ്റ് എടുത്ത് വെച്ചോളൂ കേട്ടോ, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സീമയ്ക്ക് പോകാൻ വേണ്ട ഏർപ്പാടായിട്ടുണ്ട്, നിങ്ങൾക്ക് ഫോറിനിലേക്ക് പോകാൻ വേണ്ടതൊക്കെ ആളുകൾ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നുണ്ട് എന്നുണ്ട്. അവർ കൂടും കൊണ്ട് വണ്ടിയിൽ വന്നിട്ട് ഒരു കുരങ്ങ് പോലും കിട്ടിയില്ല. അവർ മനസ്സിലാക്കി, ഈ പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കി. അവർ എവിടെ വാനിഷായി എന്ന് അറിഞ്ഞില്ല. ആത്മനഃ പുത്രവത് പശ്യേത് നതേഷാമന്തരം കിയത്. മകനും മകളും ഒക്കെ ആവുമ്പോൾ വീടിനും സ്വത്തിനും വേണ്ടി ലഹള കൂടും. ഇവരൊക്കെ ആവുമ്പോഴോ ഒരു പഴത്തിൽ ഒരു പീസ് എടുത്തുകൊണ്ട് പോകും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആരാ ബെറ്റർ? ആത്മനഃ പുത്രവത് പശ്യേത് നതേഷാമന്തരം കിയത്. അപ്പോൾ ഇതൊക്കെ സ്നേഹം വ്യാപിക്കാൻ, സ്നേഹം അറ്റാച്ച്മെൻ്റ് ആവാതിരിക്കാൻ നോക്കണം. നായ
ഇതൊക്കെ നായ്ക്ക് ഭക്ഷണം കൊടുക്കണം. പക്ഷേ അതിന് ആ നായെ പിടിച്ച് നമ്മളുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കണമെന്നില്ല. പാവം അതിൻ്റെ സ്വാതന്ത്ര്യവും പോവുകയാണ്. പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ പൂട്ടി വെച്ച് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. അതിന് ഫ്രീ ആയിട്ട് വിടാം. അതിന് ആഹാരം കൊടുക്കാം, സ്നേഹം കൊടുക്കാം. സർവഭൂതങ്ങളിലും സമദർശിത്വം, അതിനകത്തുള്ള ആ ഭഗവത് തത്വത്തിനെ കാണാം. പക്ഷെ സംഘം ശരിയാവില്ല എന്നാണ്. സംഘമായി കഴിഞ്ഞാൽ ബന്ധത്തിലായി പോവും. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ പലതും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ സത്സംഗത്തിലിരിക്കണം, ആത്മവിചാരം ചെയ്യണം, കാമക്രോധാദികളെ എങ്ങനെ ജയിക്കണം, ഇങ്ങനെയൊക്കെ ജയിച്ച് അപ്പോൾ ഗൃഹസ്ഥനാണെങ്കിലും ഈ പദവിയെ പ്രാപിക്കും. ഗൃഹസ്ഥോപി അസ്യ ഗതിം യായാത് രാജൻസ്തദ് ഭക്തിഭാങ് നരഃ ഏതൈരന്യൈശ്ച വേദോക്തൈഃ വർത്തമാന സ്വകർമ്മഭിഃ. ഗൃഹസ്ഥോപി അസ്യ ഗതിം യായാത്, ഗൃഹസ്ഥനും ഈ ഒരു ജ്ഞാനം സാക്ഷാത്കാരം ഉണ്ടാവും. എത്രയോ ആളുകൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ജ്ഞാനനിഷ്ഠയോടുകൂടെ പരമഭക്തിയോടുകൂടെ വളരെ ഉയർന്ന അധ്യാത്മ അനുഭൂതിയോടുകൂടെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിലും ഇത് സാധ്യമാണ് എന്ന് നിരൂപിച്ചുകൊണ്ടാണ് ഈ സപ്തമസ്കന്ധത്തിലുള്ള ഈ ഉപദേശങ്ങളൊക്കെ തന്നെ. സംശയമില്ലാതെ പറയുന്ന കാര്യമാണ്, ഗൃഹസ്ഥോ ഏന പദവിയും അഞ്ജസ ന്യാസിനാമിയാത്തുന്ന. അതായത് സന്യാസികൾ പ്രാപിക്കുന്നതായ ആ ജ്ഞാനസ്ഥിതിയെ ഗൃഹസ്ഥനും പ്രാപിക്കും. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ ജ്ഞാനനിഷ്ഠയിൽ ഇരിക്കാൻ സാധിക്കും, വേണമെങ്കിൽ സാധിക്കും. ആവശ്യമുള്ളവന് അത് സാധിക്കുമെന്ന് നിരൂപണം ചെയ്ത് ഇവിടെ നിർത്തുകയാണ്. ഇതൊക്കെ വളരെ വലിയ ശാസ്ത്രമാണ്. ഇതിൽ ഓരോ പോർഷൻ എടുത്താലും നമ്മൾക്ക് കാലാകാലം ചിന്തിക്കാവുന്നതാണ്. ഭാഗവതത്തിൽ അധ്യാത്മസാധനയുടെയും വർണ്ണാശ്രമങ്ങളുടെയും തപസ്സിൻ്റെയും എല്ലാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അഷ്ടമസ്കന്ധത്തിലേക്ക് വരികയാണ്. അഷ്ടമസ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ മനു ഒരു സ്തുതി ചെയ്യാണ്. നമ്മൾ ഉപനിഷത്തിൽ കേട്ടിട്ടുണ്ട്, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥാഹ മാ ഗൃധഃ കസ്യ സ്വിദ്ധനം. ഇതാണ് ഉപനിഷത്തിലെ 10 ഉപനിഷത്ത് നമുക്ക് മുഖ്യം. അതിൽ ആദ്യത്തെ ഉപനിഷത്താണ് ഈശാവാസ്യം. ആദ്യത്തെ ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രമാണ് ഈശാവാസ്യം ഇതം സർവം. ആ ഉപനിഷത്തിൻ്റെ പേരിൽ തന്നെ അത് വരണുണ്ട്. അപ്പോൾ ഈ ഉപനിഷത്തിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ ഉപനിഷത്തായി. ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് കേട്ടാലേ മതി. ശരിക്കും ഈശ്വരനെ കൊണ്ട് എല്ലാം നിറയ്ക്കുക എന്നാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാറ്റിലും അത് ചെയ്യുന്നുണ്ട്. ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ ഇത് തുളസിയാണ്, ഇത് ദേവിയാണ്, ഇത് ആലാണ്, ഇത് വിഷ്ണുവാണ്, നാരായണനാണ്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു നായാണെങ്കിൽ അത് ഭൈരവനാണ്, ദത്താത്രേയനാണ്, പശുവാണെങ്കിൽ കൃഷ്ണനാണ്, കാക്കയാണെങ്കിൽ അതിലും ദേവതകളും വസുണ്ടിയും പിതൃക്കളും ഒക്കെയാണ് ആരാധിക്കപ്പെടുകയാണ്. എല്ലാ പ്രാണികളിലും നമ്മൾ ഒരു ഉറുമ്പ് വരികയാണെങ്കിൽ ഗണപതിക്ക് പൂജിക്കണം. ഇങ്ങനെ ഈ പുരാണ കഥകളൊക്കെ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ, സാമാന്യ മനുഷ്യൻ്റെ ഉള്ളിൽ സർവനാമരൂപങ്ങളിലും ഭഗവത് ഭാവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് സഫലവുമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെയധികം നമ്മൾ സാധിച്ചിട്ടുണ്ട് നമ്മളുടെ ഒക്കെ തന്നെ ജീവിതത്തിൽ. ഇപ്പോൾ താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ ജഗത്തിനെ ഈശാവാസ്യമെന്ന് ഉപനിഷത്ത് പറഞ്ഞു. ഭാഗവതം വ്യാഖ്യാനിക്കുന്നത് ആത്മാവാസ്യമിതം വിശ്വം എന്നാണ്. ഈ ജഗത്തിനെ ആത്മാവാണ് ജഗത്ത്, ആത്മാവല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. ആത്മാ പുരസ്താത്, ആത്മാ പശ്ചാത്, ആത്മാ ദക്ഷിണതഃ, ആത്മോത്തരതഃ, ആത്മൈവേദം സർവം ഏവം പശ്യൻ ഏവം മന്വാനഃ ഏവം വിജാനൻ ആത്മരതിഃ ആത്മക്രീഡഃ ആത്മമിഥുനഃ ആത്മാനന്ദഃ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നു. ഛാന്തോഗ്യം
അപ്പോൾ സർവദിക്കിലും ആത്മാവാണ്, എല്ലാം ആത്മസ്വരൂപമാണ് എന്നാണ് ശ്രുതിയുടെ നിരൂപണം. ആണ് ഉപനിഷത്തിൻ്റെ വാക്യത്തിനെ എടുത്തുകൊണ്ട് താത്പര്യ നിർണയം ചെയ്യുകയാണ് ഭാഗവതം. ഉപനിഷത്ത് ഈശ്വരൻ എന്ന് പദം പ്രയോഗിച്ചു, ഭാഗവതം ആത്മാന്നാക്കി. ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമാണെന്നാക്കി. അങ്ങനെ ഈ മനുവിൻ്റെ ഉപദേശം എന്ന് വെച്ചാൽ ഇതൊക്കെ തപസ് ചെയ്യാണ്. ഈ ഒരു ഐഡിയ, ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് അനുസന്ധാനം ചെയ്ത് ജീവിതത്തിൽ പ്രായോഗികത്തിൽ കൊണ്ടുവരുന്നതാണ് തപസ്. എൻ്റെ സർവവ്യവഹാരങ്ങളിലും ഈ ഈശ്വരഭാവം, ആത്മഭാവം വ്യാപിക്കുന്ന വിധത്തിൽ മനനം ചെയ്യലാണ് തപസ്. അങ്ങനെ മനനം ചെയ്തു. ഇത് കഴിഞ്ഞ് ആണ് ഈ പ്രസിദ്ധമായ നമ്മുടെ ഗജേന്ദ്രൻ്റെ കഥ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. ആനയുടെ കഥ. ഈ ഏത് മൃഗമാവട്ടെ, ഏത് ശരീരമാവട്ടെ, അതിനകത്തൊക്കെ ഭഗവത് ഭക്തി വരാനൊക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു വശമാണ്. ശങ്കരാചാര്യർ പറഞ്ഞു, മനുഷ്യ ശരീരം തന്നെ വേണമെന്ന് എനിക്കില്ല ഭഗവാനെ, മൃഗശരീരമോ എന്ത് വേണമെങ്കിൽ ആവട്ടെ, ഉള്ളിൽ ഭക്തി വേണം. നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകതാം പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരീ വിഹാരാസക്തം ചേത് ഹൃദയമിഹ കിം തേന വപുഷാ. നരത്വം ദേവത്വം, മനുഷ്യൻ ആയിട്ട് ജനിച്ചാൽ ഭക്തി ഉണ്ടാവണം. ഇല്ല, ഇനിയിപ്പോൾ ദേവയോനിയാണെങ്കിലും ഭക്തി വേണം. ഏതെങ്കിലും മലയിലോ കാട്ടിലോ മൃഗമായിട്ടിരിക്കട്ടെ, എന്നാലും ഭഗവത് ഭക്തി വേണം. ഒരു കൊതുകായിട്ട് ജനിച്ചാലും വേണ്ടില്ല, അതാണ് ഭക്തി വേണം. മശകം എന്ന് വെച്ചാൽ കൊതുക്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ സപ്താഹത്തിൽ, ഇല്ലേ? ഭക്തന്മാരെ ഉറങ്ങുമ്പോൾ എണീപ്പിച്ച് വിടുക എന്നുള്ള ഒരു ഭാഗവത കൈങ്കര്യം ചെയ്യുകയാണ്. അതോടുകൂടെ അത് ശരീരം ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ് മശകത്വം. അപ്പോൾ നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകതാം പശുത്വം കീടത്വം ഭവതു. എന്തെങ്കിലും വിഹഗത്വാദി പക്ഷി. ഭാഗവതത്തിലെ പക്ഷിയുടെ കഥ യഥാ, രാമായണത്തിൽ ജടായു, ഗരുഡൻ. ജടായുവിനെ ഭഗവാൻ പറയണ്ട രാമൻ, നോക്കൂ മനുഷ്യന് അഹങ്കാരമുണ്ട്, മനുഷ്യൻ മാത്രമാണോ മഹാത്മാക്കൾ, മനുഷ്യരിൽ മാത്രം അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറയണ്ട ലക്ഷ്മണൻ്റെ അടുത്ത്. സർവത്ര ഖലു ദൃശ്യന്തേ സാധവോ ധർമ്മചാരിണ ശൂരാഹ ശരണ്യാഹ സൗമിത്രേ തിര്യഗ്യോനികതേഷ്വപീനം. ഈ തിര്യഗ്യോനികളിലും പക്ഷി മൃഗാദികളിലും ഒക്കെ തന്നെ സാധുക്കൾ പരമഭാഗവതന്മാരുണ്ട്. യഥായം പഥഗേശ്വര, പഥഗേശ്വര എന്നാണ് പറയുന്നത് രാമൻ. അപ്പോൾ ഇങ്ങനെ മഹാത്മാക്കൾ പക്ഷികളിലും മൃഗങ്ങളിലും ഒക്കെ കാണാം, ആനകളിലൊക്കെ കാണാം. ഈ മൃഗങ്ങൾ ഒരു വശത്ത് അങ്ങനെ, മറ്റൊരു വശത്തെ എല്ലാ ശരീരത്തിലും അന്തര്യാമിയായി ഭഗവാനാണല്ലോ ഇരിക്കണത്. ഇതൊരു വിഷയം. മറ്റൊരു വശത്ത് ഇപ്പം ഗജേന്ദ്രൻ്റെ കഥ ഒരു സാങ്കേതികമായിട്ട് പറയുകയാണ്. അഹങ്കാരം, ഈ അഹങ്കാരത്തിൻ്റെ പ്രകാശമാണത്. ഒരു യോഗി തപസ് ചെയ്തുകൊണ്ടിരുന്ന ഇന്ദ്രദ്യുമ്നൻ, അദ്ദേഹത്തിനെ അഗസ്ത്യൻ ശപിച്ചു. പാണ്ഡ്യദേശ രാജാവാണ്. അഗസ്ത്യൻ ശപിക്കുന്ന ഋഷിയൊന്നുമല്ല. അപ്പം അഗസ്ത്യൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. കാരണം ഈ അഹങ്കാരം മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് കളയുക ബുദ്ധിമുട്ടാണിപ്പോൾ. അപ്പം അതിനെ ഫുൾ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റിയ ഒരു ശരീരം കൊടുത്തതാണ് ആനയുടെ ശരീരം. രാമകൃഷ്ണദേവൻ പറയും, എനിക്ക് ആളുകളെ കാണുമ്പോൾ ഈ ബേക്കറിയിൽ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ സ്വീറ്റ് കാണുന്ന പോലെ അവരുടെ ഉള്ളിലുള്ളതൊക്കെ കാണാൻ പറ്റുമെന്ന് പറയും.
തൻ്റെ അടുത്ത് വരുന്ന ആളുകളെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ഇതുപോലെ അഗസ്ത്യൻ കണ്ടു ആ അഹങ്കാരം ഉള്ളിൽ ഗൂഢമായി ഗുപ്തമായിട്ട് കിടക്കുന്നത് കണ്ടു, അഭിമാനം. അതുകൊണ്ട് ആ അഭിമാനത്തിനെ ആനയായിട്ട് ജീവിച്ച് തീർക്കാനായിട്ട് അഗസ്ത്യൻ നിയതിയാണത്, ആ നിയതി പറഞ്ഞു. അത് കഴിഞ്ഞാണ് ആനയുടെ ശരീരത്തിൽ ജീവിച്ചു ഗജേന്ദ്രൻ. ഈ മൃഗങ്ങൾ നമ്മൾ വിചാരിക്കുകയാണ് എല്ലാം കൂട്ടം കൂട്ടമായി ആനകൾ സഞ്ചരിക്കുമല്ലോ. ഈ അധികവും ഈ ആണാനകൾ തനിച്ചേ നടക്കുള്ളൂ, അത് കൂട്ടത്തോടെ നടക്കില്ല. കൂട്ടത്തോടെ നടക്കുന്ന അവരൊക്കെ തന്നെ അധികവും ഈ പെണ്ണാനകളാണ്. ഈ കൂട്ടത്തോടെ നടക്കുന്നവരൊക്കെ അധികവും പെണ്ണാനകളാണ്. അതിൽ ഒരു ആണ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, ബാക്കിയൊക്കെ പെണ്ണാനകളാണ്. അവർ തീരുമാനിക്കുന്ന പോലെയൊക്കെയാണ്. നല്ല വിചിത്രമാണ്. അവർ അങ്ങോട്ട് ഇപ്പോൾ റീസെൻ്റായിട്ടുള്ളൊരു റിസർച്ച് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല പെർഫെക്റ്റ് ഭാഷയുണ്ടെന്നാണ് പറയണത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകം വന്നിട്ടുണ്ട് എൻ്റെ പേരിൽ. ഇവർ പേര് പറഞ്ഞു വിളിക്കും എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു വൈബ്രേഷന് ഒരാനയെ, അതായത് അവർ സംസാരിക്കുന്നുണ്ട് നമുക്ക് കേൾക്കില്ല, ഒരുപാട് ദൂരത്തിൽ കേൾക്കും, അവർക്ക് കിലോമീറ്റർ ദൂരത്തിലേക്ക് കേൾക്കും അവർ തമ്മിൽ. പക്ഷെ നമുക്ക് ആ ഫ്രീക്വൻസി നമ്മളുടെ ചെവിയിൽ കേൾക്കില്ല, നമ്മളുടെ ചെവിയിൽ കേൾക്കുകയില്ല. അതിൽ ഒരാളെ വിളിച്ചാൽ ആ ആനയെ വരുള്ളൂ. മറ്റൊരു വശം, എല്ലാ ആനകളും ഒന്നും പ്രസവിക്കൂല ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കുടുംബത്തിനേക്കാളും ചിട്ടയായിട്ട് ആ കുട്ടികളെ നോക്കും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ബാക്കി ആനകളൊക്കെ നോക്കും, എല്ലാം വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. വളരെ ആശ്ചര്യമാണ് അവരുടെ ജീവിതം, ഒന്ന് ശ്രദ്ധിച്ചാൽ. അപ്പോൾ ഈ ആനകൾ അവരുടേതായ ഒരു സാമ്രാജ്യമുണ്ട്. അതിനെയൊക്കെ നമ്മൾ പിടിച്ച് കെട്ടിയിട്ട് വളർത്തി രാജാക്കന്മാർ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവന്നതാണേ. അതാണ് നമ്മൾക്ക് പിന്നെ അമ്പലത്തിലൊക്കെ ആയി മാറിയത്. രാജാക്കന്മാരുടെ ആ സേവയിൽ നിന്നാണ് അമ്പലങ്ങളിലേക്കൊക്കെ ഇത് വന്നത്. പാവം അതിന് മതമൊക്കെ പൊട്ടിക്കഴിഞ്ഞ വിഷമാണ്. അതിങ്ങനെ കാട്ടിൽ സ്വതന്ത്രമായി നടക്കേണ്ട ജീവന, അതും ഇപ്പോൾ ട്രെയിനും ഇടിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ മരിക്കണം ഇപ്പോൾ പല സ്ഥലത്തും. മനുഷ്യൻ്റെ അതിൻ്റെ ഇരയാണ് ഇവരൊക്കെ. എന്ത് ചെയ്യാം? അപ്പോൾ ഈ ആനകൾ, ആ ജീവൻ, ആ ധാരാളം സ്ത്രീ പെണ്ണാനകളും ഒക്കെ കൂടെ കാട്ടിൽ ഇങ്ങനെ മതിച്ച് നടന്ന് വെള്ളം അന്വേഷിച്ച് പോയി ഒരു സരസിൽ ചെന്ന് ഇറങ്ങി കുളിച്ച് മതിക്കുകയാണ്. അപ്പോൾ അവിടെ ശുഖബ്രഹ്മ മഹർഷി പറയുന്നുണ്ട്, ഗൃഹസ്ഥാശ്രമത്തിൽ എന്തു സുഖം എന്ന് പറഞ്ഞ് രമിക്കുന്ന ആളെ പോലെ എന്നാണ്. യഥാഗൃഹി. ഇതിനകത്തിപ്പോൾ മുതലുണ്ട്, ഈ ആനകൾക്ക് അറിയില്ല. അതേപോലെയാണ് ഗൃഹസ്ഥാശ്രമത്തിലും. എങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കാണിക്കാം, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ധരിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ, അഭിമാനിയായിട്ട് അഹങ്കാരിയായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗ്രാഹോ ബലിയാൻ ചരണേ ഋഷാഗ്രഹീത്, ഒരു മുതല കാല് വന്ന് പിടിച്ചു. എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒരു ചെറിയ സംഭവം, ചെറിയൊരു വിഷമം, പ്രശ്നമാണ്. അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ കാര്യം ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് കുടഞ്ഞാൽ പോകും. കുടഞ്ഞു നോക്കി, ആ മുതല വിട്ടില്ല. അടുത്തുള്ള ആനകൾ, പിടിയാനകളൊക്കെ സഹായിച്ചു നോക്കി, രക്ഷപ്പെടാൻ പറ്റിയില്ല. സ്വന്തം ബലവും പ്രയോജനപ്പെട്ടില്ല. വലിയ വലിയ ആനകളെയൊക്കെ വിളിച്ചു, അവരൊക്കെ കൈവിട്ടു പോയി. അവസാനം ഇങ്ങനെയാണ്, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഓരോരുത്തരായിട്ട് പോവും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവരും പറയും എൻ്റെ മൊബൈൽ നമ്പർ എടുത്തു വെച്ചോളൂ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ, ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് വേണ്ട സമയത്ത് വിളിച്ചു നോക്കൂ, പരിധിക്ക് പുറത്താണ് എന്ന് വരും. ചിലപ്പോൾ അവരേ പറയും. പരിധിക്ക് പുറത്താണ് എന്ന് പറയും. ആവശ്യം വരുമ്പോൾ വിളിച്ചാൽ ഒന്നും കിട്ടുകയില്ല, ആ സമയത്തൊന്നും കിട്ടില്ല. ആവശ്യമില്ലാത്ത സമയത്തൊക്കെ വന്ന് കാപ്പിയും ചായയും കുടിക്കാനായിട്ട് വന്നിട്ട് പോകും. ഇതാണ് നമുക്ക് ലോകത്തിലുള്ള ബന്ധം. പക്ഷെ ഭഗവാന്റെ അടുത്തുള്ള ബന്ധം അവിതഥാഭിസന്ധി എന്ന് പറഞ്ഞു. പിന്നീട് വിതഥം എന്ന് വെച്ചാൽ കള്ളം, അവിതഥം എന്ന് വെച്ചാൽ വാസ്തവമായ
റിലേഷൻഷിപ്പാണ്. അത് എപ്പോൾ വേണോ അപ്പോഴേ അറിയുള്ളൂ, എപ്പോഴാണോ ആവശ്യം അപ്പോഴേ അറിയുള്ളൂ. ആ സമയത്ത് ഈ ആന എല്ലാം പിടിവിട്ടു പോയപ്പോൾ, ഒരാളും സഹായത്തിനില്ലാത്തപ്പോൾ, നമാമി മേഞ്ഞാതയ ആതുരം ഗജാഹം കുതഃ കരുണ്യപ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിധാതുരാവൃതഃ പി അഹം ച തം യാമി പരംപരായണം. ഗ്രാഹേണ പാശേന, ഈ മുതലയാകുന്ന കയറുകൊണ്ട് എന്നെ ഇപ്പോൾ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് വിധാതാവ്. കാലമാണ്, മൃത്യുവാണ് മുതലയുടെ രൂപത്തിൽ വന്ന് നിൽക്കുന്നത്. അന്തഘോരകം. ഇപ്പോൾ ഞാൻ ആരെ ശരണം പ്രാപിക്കും? ആന ഏത് ഭഗവാനെ ശരണം പ്രാപിക്കും? ശിവമഹിമന സ്തോത്രത്തിൽ ഒരു ശ്ലോകമുണ്ട്. ചിലർ വിഷ്ണു എന്ന് പറയുന്നു, ചിലർ ശിവൻ എന്ന് പറയുന്നു, ചിലർ ഇന്ന ദേവൻ, പല ദേവതകളെയും ഒക്കെ പറയുന്നു. എനിക്കറിയില്ല ഭഗവാനെ. യാദൃശോസി മഹാദേവ താദൃശായ നമോ നമഃ. അങ്ങ് എങ്ങനെയാണോ അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഈ രീതിയിൽ ഈ ആന ഭീതം പ്രപന്നം പരിപാതി യദ്ഭയാത് മൃത്യു പ്രധാവതി അരണം തമീമഹി. ശരണാഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ശരണാഗതി ചെയ്തതോടുകൂടെ ഈ ആനയുടെ ഉള്ളിൽ ഒരു ഉപനിഷത്തുണ്ടാകും. ആന എങ്ങനെയാണ് ഈ ഉപനിഷത്ത് ചൊല്ലിയത്, ആര് കേട്ടു എന്നൊന്നും ചോദിക്കാൻ പാടില്ല. ആന എന്ന് പറഞ്ഞാൽ അപ്പോൾ ആനയല്ല, ഏതോ യോഗിയാണ്, എന്ത് വേണമെങ്കിൽ വെച്ചോളൂ. ഭാഗവതത്തിലെ എല്ലാ സ്തുതികളിലും വെച്ച് ഗംഭീരമായൊരു സ്തുതി പ്രണവത്തോടുകൂടെ ആരംഭിക്കുന്ന ഒരേ സ്തുതിയാണ്. ഈ ആനയുടെ ഉള്ളിൽ ഉദിച്ച ഒരു സ്തുതിയാണ് ഓം നമോ ഭഗവതേ തസ്മൈ യതയേതച്ഛിദാത്മകം പുരുഷായ ആദിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിദം യദശ്ചേദം യേനേദം യയിദം സ്വയം യോസ്മാത് പരസ്മാച്ഛ പരഃ തം പ്രപദ്യേ സ്വയം ഭുവം. ഓം നമോ ഭഗവതേ തസ്മൈ. നോക്കൂ, ശരണാഗതി ചെയ്യുമ്പോൾ ആത്മസാക്ഷാത്കാരം ഉണ്ടാവുന്നു. ഇതാണ് കാര്യം ഇവിടെ, വേറൊന്നുമില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു ആന ചളിയിൽ പെട്ടു ഭഗവാൻ ഗരുഡൻ്റെ മേലെ കയറി വന്നു എന്നൊന്നും അല്ല കഥ. ഛന്തോമയേന ഗരുഡേന എന്ന് വളരെ വ്യക്തമായിട്ടാണ് പറയണത്. ശ്രുതിരൂപമായിട്ടുള്ള ഗരുഡൻ, ഉപനിഷത്താവുന്ന ഗരുഡനിൽ വന്നു എന്നാണ്. അപ്പോൾ ഈ ജീവൻ തൻ്റെ അഭിമാനത്തിനെ നിശേഷമായിട്ട് ഭഗവതർപ്പണം ചെയ്യുമ്പോൾ ഈ തത്വജ്ഞാനമുള്ളിൽ ഉണ്ടാവുന്ന ആ തത്വജ്ഞാനമാണല്ലോ വിഷയം ഇവിടെ. ഓം നമോ ഭഗവതേ തസ്മൈ, അത്രയേ ഉള്ളൂ. ഇല്ല, ഇപ്പോൾ എത്ര മന്ത്രങ്ങളുടെ ഓം നമോ ഭഗവതേ, നമുക്ക് ഓരോ നാമങ്ങൾ ഒരുപാടുണ്ട്. വാസുദേവായ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പുതിയ പുതിയ മന്ത്രങ്ങളൊക്കെ ഇതിൻ്റെ പേരിലാണ്. ഈ ദ്വാദശാക്ഷരിയുടെ രൂപത്തിലാണ്. ഇവിടെ പറഞ്ഞു, ഞങ്ങൾക്ക് ചിലരൊക്കെ പറയേ സ്വാമി മന്ത്രം ജപിക്കണമെന്നുണ്ട്, എന്താ ഇഷ്ടദേവത എന്നറിയില്ല. എടുത്തോളാം, ഓം നമോ ഭഗവതേ തസ്മൈ, ഓം നമോ ഭഗവതേ തസ്മൈ യതയേതച്ഛിദാത്മകം യതഃ ഏതത് യസ്മിൻ ഏതദ് വിഭാതം യത ഇദമഭവദ് യേന ചേദം യേതദ് യോസ്മാദുത്തീർണരൂപോ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാഃ നോ വിദ്യുഃ തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. നാരായണീയത്തിൽ ഭട്ടതിരി ഈ ഗജേന്ദ്രസ്തുതി എടുത്തുകൊണ്ടാണ് ഗംഭീരമായ ആ ശ്ലോകം. യസ്മിൻ ഏതത് വിഭാതം, ഈ ജഗത്ത് മുഴുവൻ കാണുന്നു. ഇത് എവിടെയാണ് കാണുന്നത്? ഇത് ഏത് ചിത്രത്തിലാണ് ഈ പ്രപഞ്ചം കാണപ്പെടുന്നത്? ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എവിടെ ഉദിക്കുന്നു, എവിടെ നിൽക്കുന്നു, എവിടെ അസ്തമിക്കുന്നു? ഇത് കാണുന്നവനിൽ നിൽക്കുന്നു. ഈ കാണുന്നവനായ എന്നിൽ, അതാണ് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന് കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. ആ അധിഷ്ഠാനത്തിലാണ് ഈ പ്രപഞ്ചം ഉദിച്ച് നിന്ന് അസ്തമിക്കുന്നത്. ജാഗ്രതയിൽ ഇതൊക്കെ ഉണ്ട്.
സ്വപ്നത്തിൽ എൻ്റേതായ ലോകത്തിലേക്ക് പോയി. സുഷുപ്തിയിൽ അതും അടങ്ങി. സുഖമായി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. പിന്നെയും എഴുന്നേൽക്കുമ്പോൾ ഇത് മുഴുവൻ വീണ്ടും പൊന്തി വന്നു. നിന്നു അസ്തമിച്ചു എൻ്റെ അകത്ത്. ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ എന്നാണ്. ഉണ്ടായി മറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ എവിടെ മറയുന്നു? ചിത്തിൽ. ചിത്ത് എവിടെയാണ്? തന്നിൽ, ഹൃദയത്തിലുള്ള തൻ്റെ ശുദ്ധ ചൈതന്യം ആയ തൻ്റെ സ്വരൂപത്തിൽ അവിടെ ചെന്ന് എല്ലാം മറയുന്നു. ഹൃദയസ്ഥാനത്തിൽ അവിടുന്ന് ഉദിക്കുന്നു. അവിടുന്ന് ഉദിക്കുന്നതൊക്കെ ചിതാത്മകമേവ. ചിത്തിൽ നിന്ന് ഉദിക്കുന്നതൊക്കെ ചിത്താത്മകം തന്നെയാണ്. ജന്മാദ്യസ്യ യതഃ പുരുഷായ. അപ്പോൾ ഈ ജഗത്തിന് മുഴുവൻ ആദി ബീജം എവിടെ കിടക്കുന്നു? ഇവിടെ കിടക്കുന്നു എന്ന്. ചിത് സ്വരൂപമായിട്ട് കിടക്കുന്നു. ചിതിഹി ചിത്യൈ നമഃ ഒരു നാമം. തത്പദലക്ഷ്യാർത്ഥായൈ നമഃ ചിദേകരസ്വരൂപിണ്യൈ നമഃ. ആ ചിത്താണ് ബീജം. ആദിബീജായ പരേശായ അഭിധീമഹി യസ്മിൻ ഇദം. ഏതൊരു ആത്മവസ്തുവിൽ ഈ പ്രപഞ്ചം നിൽക്കുന്നുവോ, യതഃ ച ഇദം ഏതൊന്നിൽ നിന്ന് ഉദ്ഭവിക്കുന്നുവോ, ഏന ഇദം ഏതൊന്നുള്ളതുകൊണ്ട് ഏതൊന്നാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് ഈ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. യഹ ഇദം സ്വയം ഇതൊക്കെ തന്നെ ഏതൊരുത്തൻ തന്നെയാണോ, യഹ അസ്മാത് പരസ്മാത് ച പരഹ ഇതിനെയും ഇതിൻ്റെ സൃഷ്ടാവിനെയും ഒക്കെ കടന്നു നിൽക്കുന്ന ആ പൂർണ്ണ വസ്തു ഉണ്ടല്ലോ, തം പ്രപദ്യേ സ്വയംഭുവം. ഭൂശബ്ദത്തിന് സത്ത എന്നർത്ഥം. സ്വയംഭൂ എന്ന് വെച്ചാൽ സ്വയം തൻ്റെ സത്തയെ പ്രകാശിപ്പിക്കുന്നു. സ്വയം ആത്മസ്വരൂപമായ വസ്തുവിനെ ഞാൻ ശരണാഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ക്വചിത് വിഭാതം ക്വചതത്തിരോഹിതം. ജാഗ്രത് സ്വപ്നാദികളിൽ കാണുന്നു, സുഷുപ്തിയിൽ മറഞ്ഞു പോകുന്നു. അവിദ്ധതൃക്ക്. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ലയോ എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇപ്പം ഭാഗവതം വായിക്കണ്ടല്ലോ, അതുപോലെ കേട്ടോളൂ. അവിദ്ധതൃക്ക്. അതിൻ്റെ ദൃഷ്ടിശക്തി മറയില്ല. ദൃഷ്ടിശക്തി ഇപ്പോൾ സുഷുപ്തിയിലും നമ്മൾ വിചാരിക്കണു സുഷുപ്തിയിൽ ഒന്നും അറിയണില്ല എന്ന് വിചാരിക്കണു. സുഷുപ്തിയിൽ അത് അതിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റിട്ട് സുഖമായിട്ടിരുന്നു എന്ന് പറയണത്. അല്ലെങ്കിൽ അതറിയാൻ പറ്റില്ല. അവിദ്ധതൃക്ക് സാക്ഷി. സ്വപ്നത്തിലും ജാഗ്രതത്തിലും അത് സാക്ഷിയാണ്. അവിദ്ധതൃക് സാക്ഷി ഉഭയം തദീക്ഷതേ. ഈ സ്വപ്ന ജാഗ്രതത്തിനെ ജാഗ്രത് സ്വപ്നെ രണ്ടും അത് സാക്ഷിയായിട്ട് നിന്ന് കാണുന്നു. അവിദ്ധതൃക് സാക്ഷി ഉഭയം തദീക്ഷതേ സ ആത്മമൂലോ അവതുമാം പരാത്പരഃ. എൻ്റെ മൂലത്തിൽ, ഞാൻ എന്നുള്ളതിന് മൂലമായി, പിറപ്പിടമായി, അധിഷ്ഠാനമായിട്ടിരിക്കുന്ന പരാത്പരമായ ആ സത്യത്തിനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ആ സത്യം എന്താണ്? അത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പിടിക്കുന്ന വസ്തുവല്ല. അഖില കാരണമാണ്, നിഷ്കാരണമാണ്. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ. അതിന്ന് എത്ര സൃഷ്ടി എന്തൊക്കെ ഉണ്ടായാൽ അത് തീരില്ല. സർവ ആഗമാമനായ മഹാർണവായ. വേദങ്ങൾ, ഉപനിഷത്തുകളൊക്കെ ആ മഹാർണവത്തിൽ നിന്നും, ആ കടലിൽ നിന്നാണ് പൊന്തി വന്നത്. നമോ അപവർഗായ പരായണായ. നിർവാണസ്വരൂപമാണത്. അപ്പോൾ അതിനെ എങ്ങനെ അറിയും? നൈഷ്കർമ്യഭാവേന വിവർജിത ആഗമ സ്വയം പ്രകാശായ നമസ്കരോമി. നൈഷ്കർമ്യഭാവേന, അത് ഞാൻ അർത്ഥം പറയില്ല. വിവർജിത ആഗമ സ്വയം പ്രകാശായ നമസ്കരോമി. എല്ലാത്തിനെയും കടന്ന് സ്വയം പ്രകാശമായിരിക്കുന്ന ആ സത്തയ്ക്ക് ഞാൻ ഇതാ നമസ്കാരം ചെയ്യുന്നു. അത്യദ്ഭുതം. ആ അത്യദ്ഭുതമായ വസ്തുവിന് ശരണാഗതി ചെയ്തു. ഗജേന്ദ്രൻ പറഞ്ഞു, ഭഗവാനെ, ഈ ആവരണം, ഉള്ളിലുള്ള ആത്മാവിനെ മറയ്ക്കുന്ന ആവരണം അജ്ഞാനമാണ്. ഒരു മുറിയിൽ ഇരുട്ടുണ്ട്. ആ ഇരുട്ട് ലൈറ്റ് ഇട്ടാലേ പോകുള്ളൂ, അല്ലാതെ കുറേ കാലം കൊണ്ട് പോകും എന്ന് പറയാൻ പറ്റുമോ? ആ മുറിയിലുള്ള ഇരുട്ട് പോകും. കുറച്ച് കാലം കഴിയുമ്പോൾ കുറച്ചായിട്ട് ആ ഇരുട്ട് പോകും. അങ്ങനെ ഒരു വഴിയില്ല. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഈ അവിദ്യയും. കുറേ ജന്മങ്ങൾ എടുത്തത് കൊണ്ടോ, കുറേ വയസ്സായത് കൊണ്ടോ, കുറേ കാലം ജീവിച്ചത് കൊണ്ടോ ഒന്നും പോവില്ല. തസ്യ ആത്മലോക ആവരണസ്യ മോക്ഷം നയസ്യ വിപ്ലവ കാലേന ഇച്ഛാമി. ഈ ഇത്ര ടൈം കഴിയുമ്പോൾ ഇതൊക്കെ പോയിട്ട് ഞാൻ ഫ്രീ ആവുമെന്ന് പറയാൻ പറ്റില്ല. അത്
ജ്ഞാനം കൊണ്ടേ അജ്ഞാനം നീങ്ങുള്ളൂ, വിദ്യ കൊണ്ടേ അവിദ്യ നീങ്ങുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ ഞാൻ ശരണാഗതി പ്രാപിക്കുന്നു. അവിടുന്ന് ബ്രഹ്മമാണ്. വിശ്വം ആത്മാനം അജം ബ്രഹ്മ പ്രണതോസ്മി പരംപദം. യോഗികളൊക്കെ തന്നെ ഏതൊരു പരമപദത്തിനെ പ്രാപിക്കുന്നു അതിന് ശരണാഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗഭിതാഭിമാനാഃ നൈതേ യദോപസസൃപുഃ നിഖിലാത്മകത്വാത് തത്രാഖിലാമരമയോ ഹരിഃ ആവിരാസീത്. അവിടെ ഭഗവാൻ ആവിർഭവിച്ചു. ദേവതകളൊക്കെ തന്നെ ഓരോരോ ഉപാധികളോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നവരാണ്. ഇന്നവനെ ഇന്നവനെ എന്ന് വിളിച്ചാൽ അവനവൻ വരും. പക്ഷേ അഖണ്ഡമായ ആ സച്ചിദാനന്ദമായ ആ വസ്തുവിന് ഉപാധിയൊന്നുമില്ല. അപ്പം ഈ ഉപനിഷത്ത് കൊണ്ട് വിളിക്കുമ്പോൾ ആര് വരും? അതുകൊണ്ടാണ് പറയണത് സാധാരണ പ്രണവത്തിനോടുകൂടെ എന്തെങ്കിലും മന്ത്രം ചേർത്തിട്ടേ സാധാരണ എല്ലാവരും ജപിക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ അഭിമാനവും ഉപാധിയും ഉള്ളത്തോളം കാലം അങ്ങനെ ഒരു ദേവൻ വേണമെന്നാണ്. ആ ഉപാധിയൊക്കെ എടുത്തു കളയുമ്പോൾ ശുദ്ധ പ്രണവമായിട്ടിരിക്കുമ്പോൾ അതിന് ദേവതകളാരും വരില്ല. ഉപാധിയൊന്നുമില്ല. അതിന് നിർവിശേഷമായ വസ്തുവാണ്. അതിനെ സാക്ഷാത്കരിക്കാൻ തയ്യാറായ ആൾക്കാണ് അത്. അപ്പോൾ അങ്ങനെ അവിടെ തം തദ്വത് ആർത്തം ഉപലഭ്യ, അങ്ങനെ ആർത്തൻ വിഷമിക്കുന്ന ഗജേന്ദ്രനെ കണ്ടിട്ട് സ്തോത്രം നിശമ്യ ദിവിജൈഹി സഹ സംസ്തുവദ്ഭി ഛന്ദോമയേന ഗരുഡേന, ഉപനിഷത്താകുന്ന ഗരുഡനിൽ കയറി സമുഹ്യമാനഃ ചക്രായുധോ അഭ്യഗമദാശു യതോ ഗജേന്ദ്ര സോന്തസരസി ഉരുബലേന ഗൃഹീതാർത്തഃ ദൃഷ്ട്വാ ഗരുത്മതി ഹരിം ക ഉപാത്തചക്രം സുക്ഷിപ്യ സാംബുജകരം ഗിരവാഹ കൃച്ഛ്രാത് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇവിടെ നോക്കൂ, നാരായണ അഖില ഗുരു, ഗുരുവായിട്ടാണ് സംബോധന ചെയ്യുന്നത്. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായിട്ടുള്ള ഹേ നാരായണ, എനിക്ക് ജ്ഞാനം പ്രകാശിപ്പിച്ച നാരായണ എന്നാണ്. ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇതാണ് ഇവിടെ സ്തുതി. ഇത് കഴിഞ്ഞ് ഇനി അഷ്ടമസ്കന്ധത്തിൽ പല അദ്ഭുതമായ സ്തുതികളും വരുന്നു. അമൃതപഥത്തിന് സ്തുതി പ്രാധാന്യത്തോടു കൂടിയുള്ളതാണ് എട്ടാമത്തെ സ്കന്ധം. ഭഗവാൻ അവിടെ ആവിർഭവിച്ച് മുതലയെ വധിച്ചു, ഗജേന്ദ്രനെ രക്ഷിച്ചു. ഇതൊക്കെ കഥ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഗജേന്ദ്രന് ഭഗവത് പ്രാപ്തി ഉണ്ടായി. ഗജേന്ദ്രൻ തൻ്റെ ചിത്തമാകുന്ന കമലം ഭഗവാന്റെ ചരണത്തിൽ അർപ്പിച്ചു. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. ഇത് കഴിഞ്ഞ് ബ്രഹ്മാദി ദേവതകൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. അദ്ഭുതമായ സ്തുതിയാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണില്ല. അങ്ങനെ പാദോ മഹീയം സ്വകൃതൈവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗഃ സവൈ മഹാപൂരുഷ ആത്മതന്ത്രഃ പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതിഃ അംഭസ്തു യദ്രേത ഉദാരവീര്യം സിദ്ധ്യന്തി ജീവന്തി ഉത വർത്തമാനാഃ ലോകാസ്ത്രയോതാഖില ലോകപാലാഃ പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതിഃ. ദൈവീ വാക്കെന്നാണ് ഈ സ്തുതിക്ക് പേര്. പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതി. ആ ബ്രഹ്മം, മഹാവിഭൂതിയായ ബ്രഹ്മം പ്രസന്നമാവട്ടെ എന്ന്. എന്താണെന്ന് വെച്ചാൽ അമൃതമഥനം യോഗമാണ്. വേദമാകുന്ന പാലാഴിയാണ് കടയുന്നത്. നോക്കൂ, പഞ്ചമസ്കന്ധം പറയുമ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞു. ഈ ജോഗ്രഫിയും ഇതൊന്നും വെച്ചിട്ട് ഇത് നോക്കരുത് എന്ന് പറഞ്ഞു. യോഗിയുടെ യോഗമണ്ഡലത്തിലൊരു ലോകമുണ്ട്. ആ ലോകത്തിൻ്റെ വർണ്ണനയാണ് ഇതൊക്കെ. അല്ലാതെ ജിയോഗ്രഫിക്കൽ അല്ല.
കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം തന്നെ മനസ്സിലാണ്. മനസ്സ് ഉദിക്കുമ്പോൾ പ്രപഞ്ചം ഉദിക്കുന്നു, മനസ്സടങ്ങുമ്പോൾ പ്രപഞ്ചം അടങ്ങുന്നു. സൃഷ്ടി ദൃഷ്ടിവാദമാണ്, ദൃഷ്ടി സൃഷ്ടിവാദം അല്ല. സൃഷ്ടി ദൃഷ്ടിവാദമല്ല, ദൃഷ്ടി സൃഷ്ടിവാദമാണ്. സൃഷ്ടി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു നമ്മൾ കാണുന്നു, അങ്ങനെയല്ല. നമ്മൾ കാണുമ്പോഴാണ് സൃഷ്ടി. കാണുന്നവർക്ക് കാണുന്ന പോലെയുള്ള സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. ലോക്യതേ, അതാണ് സർവധീവൃത്തി അനുഭൂത സർവ ആത്മാ യഥാ സ്വപ്നജനൈക്ഷിതേക തം സത്യം ആനന്ദനിധിം ഭജേത നാന്യത്ര സജ്ജേദ്യത ആത്മപാതഃ. 2ാമത്തെ സ്കന്ധത്തിൽ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഈ പ്രപഞ്ചമൊക്കെ കാണുന്നതൊക്കെ തന്നെ എങ്ങനെ കാണുന്നു? കണ്ണുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട്. അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് മനസ്സിന് സാക്ഷിയായിട്ടിരിക്കുന്ന ഒരു ചേതന. ആ ചേതന കൊണ്ടാണ് ദർശനം. ദർശനമൊക്കെ അകത്താണ്. ശരിക്കും ഈ പുറത്ത് നിങ്ങളൊക്കെ ഇരിക്കണു, ഇതിൽ വളരെ കുറച്ച് മാത്രമേ സ്ഥൂല ദർശനമുള്ളൂ. നിങ്ങളിപ്പോൾ എന്നെ കാണുന്നു, വളരെ കുറച്ചേ സ്ഥൂല ദർശനമുള്ളൂ. 99% നിങ്ങളുടെ ഭാവനാലോകമാണ്. 99% ഭാവനാലോകം. ഒരു സജഷൻ മാത്രമാണ് എൻ്റെ ഈ രൂപം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരുടെ രൂപം. അതേപോലെ നിങ്ങളും എനിക്ക് ഒരു സജഷൻ മാത്രമാണ് നിങ്ങളുടെ ഫോം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം. ബാക്കി 99% നമ്മുടെ ഭാവനയാണ്. അപ്പോൾ അധികം ജീവിക്കുന്നത് ഈ ലോകത്തിലല്ല, ആ ലോകത്തിലാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ ശരീരം വെറും ഒരു ചെറിയ ഒരു ഈ എന്താ പറയുക, ഈ പഞ്ഞി പോലെ പാറ്റ പറക്കില്ലേ, എന്താ അതിന് പേര് പറയാ, കാറ്റാടി അല്ലേ, അപ്പൂപ്പൻ താടി. അതുപോലെ അത് അത്രയേ ഉള്ളൂ ഈ ശരീരത്തിൻ്റെ സ്ഥിതി, വളരെ കുറച്ച്. ബാക്കിയൊക്കെ തന്നെ നമ്മൾ ജീവിക്കുന്നത് മനോമയം സൂക്ഷ്മമുപേത്യ രൂപം എന്നാണ്. അവിടെയാണ് എല്ലാ അനുഭവങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. പ്രപഞ്ച ജീവിതമൊക്കെ അവിടെയാണ്, ജീവിതം തന്നെ അവിടെയാണ്. അതെ. അപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ ഭാഗവതത്തിൽ പറയുന്ന കഥകളൊക്കെ തന്നെ സജഷനാണ്. അതാണ് ഓരോ കഥകളും. ഈ ഭൂഗോള വർണ്ണന ഇതൊക്കെ നമുക്ക് ജിജ്ഞാസയുണ്ടല്ലോ, ലോകത്തിൽ എന്തൊക്കെയുണ്ട്. ഇതൊക്കെ പലതും പറഞ്ഞു, ചിലതൊക്കെ സത്യമായിരിക്കും, ചിലത് യോഗികളുടെ ദർശനമാണ്. ചിലതൊക്കെ അങ്ങനെയിരിക്കും. കാഞ്ചി പരമാചാര്യർ അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ കുരലിൽ ഇതൊക്കെ എടുത്തിട്ട് ന്യായീകരിച്ചുകൊണ്ട് പലതും പറയുന്നുണ്ട്. ഇന്ന രീതിയിലാണ് ഇതിൻ്റെ കിടപ്പെന്ന്, ലോകത്തിൽ ഇപ്പോൾ ഉള്ള സ്ഥിതി വെച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഈ പഞ്ചമസ്കന്ധത്തെ കാര്യമാണ് ഞാൻ പറയണം. അപ്പോൾ അതിൽ ആശ്ചര്യം. പക്ഷെ ഭാഗവതകാരന് അതിൽ സംശയമൊന്നുമില്ല. ഓരോന്നും വർണ്ണിച്ചു കഴിഞ്ഞിട്ട് അവസാനം പറയും, ഇത് ഈശ്വരൻ്റെ നികായധാമ, ഇത് മുഴുവൻ ഭഗവാന്റെ സ്ഥൂല ശരീരമാണ്, ഇത് ഭഗവാനാണ്. അപ്പോൾ അകത്ത് ഉപാസനാമണ്ഡലത്തിലാണ് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഉപാസനയെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയും വരണത്. ഇവിടെയും ഭാഗവതത്തിലും ഈ കഥയിലേക്കൊക്കെ വരുമ്പോൾ മഹാവിഭൂതി, എല്ലാം വലിയ വിഭൂതി ബ്രഹ്മമാണ്, ആത്മാവാണ്. വിഭൂതി യോഗം ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത, അതാണ് ആദ്യത്തെ വിഭൂതി. അതിൻ്റെ പ്രകാശമാണല്ലോ ബാക്കിയൊക്കെ. അത് പ്രകാശിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം അറിയുന്നതും ബാക്കിയുള്ളതൊക്കെ അറിയപ്പെടുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ആ പരമപ്രകാശം, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതായ ആ പ്രകാശത്തിനെ നമസ്കരിക്കുന്നു. അതാണ് പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതി എന്ന് പറഞ്ഞത്. ആ ബ്രഹ്മത്തിന്, മഹാവിഭൂതിയായ ബ്രഹ്മത്തിന് നമസ്കാരം. ആ ബ്രഹ്മം എൻ്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ, പ്രസന്നമാകട്ടെ എന്ന്. ഇങ്ങനെ 2 സ്തുതിയുണ്ട്. അജാതജന്മസ്ഥിതി സംയമായ അഗുണായ നിർവാണ സുഖാർണവായ അണോരണിംനേ അപരിഗണ്യധാംനേ മഹാനുഭാവായ നമോ നമസ്തേ. ഇങ്ങനെ 2 സ്തുതികൾ. അത് കഴിഞ്ഞ് 7ാമത്തെ അധ്യായത്തിൽ അമൃതമഥനം ചെയ്യാണ്. ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട്. കഥ നമുക്കറിയാം. ദേവന്മാർ ക്ഷീണിച്ചു പോയി ദുർവാസാവിൻ്റെ ശാപം കൊണ്ട്. ദുർവാസാവിന് ദേഷ്യം വന്നപ്പോൾ
ഇന്ദ്രൻ ചോദിച്ചു വാങ്ങിച്ചതാണത്. ദുർവാസാവിനെ എന്തോ അപമാനിച്ചു, ദുർവാസാവ് ശപിച്ചു, ദേവന്മാരൊക്കെ അനീമിക്കായിട്ട് പോയി, ക്ഷീണിച്ചു പോയി, എല്ലാം തളർന്നു പോയി. അപ്പം ആ സ്ഥിതിയിൽ ദേവന്മാർ ബ്രഹ്മാദി ദേവതകളൊക്കെ കൂടെ ഭഗവാന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താ വേണ്ടത്? പാലാഴി കടഞ്ഞ് അമൃതമെടുക്കണമെന്ന് പറഞ്ഞു. നോക്കൂ, അധ്യാത്മമായിട്ടുള്ള ക്ഷീണമാണത്. നമ്മളുടെ ഉള്ളിൽ ദൈവീ സമ്പത്ത് വളരെ വീക്കായിട്ട് പോയെന്ന് വെച്ചുള്ളൂ. ആസുരീ സമ്പത്ത് വളരെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അധ്യാത്മമായ പുരോഗതിയൊക്കെ ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യും? ഇരുന്ന് കടയണം, ഉള്ളിൽ യോഗസാധന ചെയ്യണം, യോഗസാധന ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ല. ആംനായാംബുധിം ആദരേണ സുമനസ്സംഗാഃ സമുദ്യൻ മനോമന്ഥാനം ദൃഢഭക്തിരജ്ജുസഹിതം കൃത്വാ മഥിത്വാ തതഃ സോമം കൽപ്പതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തര രമാസൗഭാഗ്യമാതന്വതേ. അമ്നായാം ബുദ്ധിയെ കടഞ്ഞു. യോഗപ്രക്രിയയിൽ തൻ്റെ ഉള്ളിൽ തന്നെ ചിത്തത്തിനെ കടയാണ്, നാഡി ഞരമ്പുകളൊക്കെ കടയാണ്. സ്വദേഹമരണിം കൃത്വ പ്രണവം ച ഉത്തരാരണിം ധ്യാന നിർമ്മഥനാഭ്യാസാത് ദേവം പശ്യേത് നിഗൂഢവത്. കടഞ്ഞ് ഉള്ളിലുള്ള ദോഷവശങ്ങളൊക്കെ എടുത്ത് കളയാണ്. മനസ്സ് മനോമന്ഥാനം എന്നാണ്. മനസ്സാണ് ഇവിടെ മത്ത്. മത്തെന്ന് പറഞ്ഞാൽ ഒക്കെ അറിയുമോ? അറിയും. ഇതൊക്കെ സപ്താഹത്തിന് വയ്ക്കണം പറഞ്ഞ ഇതാണ് കൃഷ്ണൻ എടുത്ത മത്ത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാനായിട്ട്. മനോമന്ഥാനം, മനസ്സാണ് മത്ത്. മത്ത് ഈ കയറിൽ കെട്ടി തൈര് കടഞ്ഞു യശോദ എന്നൊക്കെ നമ്മൾ പറയണില്ലേ. അപ്പോൾ ദൃഢഭക്തിരജ്ജു സഹിതം അതിൽ കെട്ടുന്ന കയറുണ്ടല്ലോ ഭക്തിയാണ്. ദൃഢഭക്തിയാകുന്ന കയറ് കെട്ടിയിട്ടാണ് ഗോവിന്ദ ദാമോദര മാധവേതി എന്ന് പറഞ്ഞ് കടയണത്. അങ്ങനെ കടഞ്ഞ് ഉള്ളിലുള്ള ദോഷങ്ങളെയൊക്കെ എടുക്കണമെന്നാണ്. ആ മഥനമാണ് യോഗം. അപ്പം ആ യോഗത്തിന് ഇപ്പോൾ കഥയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മേരുപർവ്വതത്തിനെ മത്താക്കി തീർത്തു, വാസുകിയെ കയറാക്കി തീർത്തു. വാസുകി പരമേശ്വരൻ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് കടയാൻ അസുരന്മാരെ വിളിച്ച അസുരന്മാർ വരില്ല. അപ്പോൾ ആദ്യം ഒരു കത്തൊക്കെ എഴുതി അയച്ചു, ഞങ്ങൾക്ക് വളരെ ബിസിയാണെന്ന് പറഞ്ഞു അവർ. അപ്പോൾ പറഞ്ഞു ഇതുപോലെ അമൃതം കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങളല്ലാതെ നിങ്ങൾക്ക് ആരാ സഹായിക്കാനുള്ളത്, നമ്മളൊക്കെ സ്വന്തക്കാരല്ലേ, ഏട്ടൻ അനിയന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ പുറപ്പെട്ടു പോന്നു. അങ്ങനെ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ വന്നു, അസുരന്മാർ വന്നു. ഇത് കഴിഞ്ഞ് ഈ വാസുകിയൊക്കെ കെട്ടിയിട്ട് കടയാൻ അങ്ങോട്ട് പുറപ്പെടുമ്പോൾ ഈ വാസുകി ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാവ് ഇങ്ങനെ പുറത്ത് നീട്ടിയിട്ട് ബുസ്സെന്ന് പഴയ ലോറിയിലൊക്കെ പോകാൻ പറ്റില്ല, അതുപോലെ അത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. കാളകൂട വിഷമാണ്. അപ്പോൾ ദേവന്മാർക്ക് വിഷമം, ഭഗവാനെ എന്താ ചെയ്യുക, ഞങ്ങൾ തലഭാഗം പിടിച്ചാൽ ഇത് പേടി തോന്നുന്നു, കാരണം അവർക്ക് ശക്തിയുമില്ല പാവം. അപ്പോൾ അസുരന്മാർ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ മിണ്ടാതെ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ ഒരു രൂപമെടുത്തു. രൂപമെടുത്ത് ദേവന്മാരുടെ കൂടെ കൂടി വാസുകിയുടെ തലയിൽ പിടിച്ചിട്ട് പറഞ്ഞു, അസുരന്മാരോട് പറഞ്ഞു, അതെ നിങ്ങൾ ആ വാൽ ഭാഗം പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ആ അത് ശരി, അപ്പം ഞങ്ങളെ അപമാനിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണല്ലേ, ഞങ്ങളുടെ യോഗ്യത എന്താണ്, സ്ഥിതി എന്താണ്, ഞങ്ങളുടെ ആഭിജാത്യം എന്താണ്, വയം കശ്യപദായാദാഹ സ്വാധ്യായ ശ്രുതസമ്പന്നാഹ പ്രഖ്യാതാഹ ജന്മകർമ്മഭിഹി. ഞങ്ങൾ കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ വന്നവരാണ്, 10ാം ക്ലാസ് പാസ്സായവരാണ്. മറ്റില്ല. അപ്പോൾ ഞങ്ങൾ എത്ര കേമന്മാരാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അടിച്ചു വിടുന്നത്. ആഭിജാത്യം ഞങ്ങളുടെ എത്ര വലുതാണ്, ഞങ്ങളെ അപമാനിക്കുക, അപ്പം നിങ്ങൾ തല പിടിച്ചോളൂ എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി അവർക്ക്.
അത് കഴിഞ്ഞ് ഇവർ പോയി വാൽഭാഗത്തിലേക്ക് ദേവന്മാർ പിടിച്ചു. അപ്പം ഇവർ ഈ അസുരന്മാർ തലഭാഗത്ത് പിടിച്ച വാസുകി തല ഇങ്ങനെ തിരിച്ചിട്ട് ഇവരുടെ ശക്തി കൊണ്ടേ ആസുകിക്കാണിപ്പോൾ ബുദ്ധിമുട്ട്. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കടയാൻ തുടങ്ങി. കടഞ്ഞ് അസുരന്മാരും ദേവന്മാരും കൂടി ഇതിങ്ങനെ കടയുമ്പോൾ ഈ മേരുപർവ്വതം നില കിട്ടാതെ അടിയിൽ പോയി. ഇതാണ് കഥ. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ രസമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഇവർ ദേവതകളൊക്കെ പ്രാർത്ഥിച്ചു. ഭഗവാൻ കൂർമാവതാരമെടുത്ത് അതിന് ഒരു താങ്ങായിട്ട് നിന്നു. വിലോക്യ വിഘ്നേശവിധിം തദേശ്വരവും ദുരന്തവീര്യോ അവിതഥാപി സന്ധി. അവിടെയാണ് വരുന്നത് ഈ അവിതഥാപി സന്ധി. കൃത്വാ വപുഃ കാച്ഛപമദ്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. കൂർമോ അംഗാനീവ സർവശഃ. ആമ ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിൽ വലിക്കുന്ന പോലെ യോഗസാധനയിൽ ച്യുതിയില്ലാതിരിക്കണമെങ്കിൽ ഈ ആമയെപ്പോലെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ അന്തർമുഖമാക്കാനും ഉള്ള ശക്തി വേണം എന്നുള്ളതിനാണ് ഈ കൂർമ്മം ഒരു ദൃഷ്ടാന്തം. അപ്പം ഈ കൂർമ്മം ആമ അങ്ങനെ താങ്ങി നിന്നു ആമയായിട്ട്. ഭഗവാൻ ഇവരുടെ കൂടെയുമുണ്ട്. ഇങ്ങനെ ഇവർ കടഞ്ഞുകൊണ്ടെടുത്തു. അമൃത മഥനം ചെയ്തു. മഥനം ചെയ്തൊരു ആരംഭത്തിൽ വന്നത് വിഷമാണ്, ഹാലാഹല വിഷം. ദേവതകളൊക്കെ പറഞ്ഞു ആരാ എന്താ ചെയ്യാം. എല്ലാവരും മഹാദേവൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹിന ശരണാപന്നാൻ ത്രൈലോക്യദഹനാദ് വിഷാദ് ത്വമേക സർവജഗതഃ ഈശ്വരോ ബന്ധമോക്ഷയോഃ തം ത്വാം അർച്ചന്തി കുശലാഃ പ്രപന്നാർത്തിഹരം ഗുരും. പരമേശ്വരനെ ഗുരുവായിട്ടാണ്. ഇപ്പോൾ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞു ഈ ഒരു ഉപകാരം പോരെ എന്നാണ്. നാലം വാ പരമോപകാരകമിതം തു ഏകം പശൂനാം പതേ പശ്യൻ കുക്ഷിഗതാൻ ചരാചരഗണാൻ ബാഹ്യസ്ഥിതാൻ രക്ഷിതും സർവാമർത്യ പലായന ഔഷധമതി ജ്വാലാകരം ഭീകരം നിക്ഷിപ്തം ഗരളം ഗളേന ഗളിതം നോദ്ഗീർണമേവത്വയ. ആ വിഷമെടുത്ത് കയ്യിൽ പിടിച്ചു. ആരംഭത്തിൽ പറയണത് കിം പക്വ ജംബൂഫലം സിദ്ധഗുളികാവ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സിദ്ധന്മാർ കഴിക്കുന്ന ഗുളികയാണോ ജംബൂഫലമാണോ? ജംബൂഫലം എന്താ മലയാളത്തിൽ പറയാം നമ്മൾ? ഞാവൽപ്പഴമാണോ സിദ്ധഗുളികയാണോ? അങ്ങനെ എടുത്ത് വായിലങ്ങനെ ഇട്ടു ആ വിഷം. ഉള്ളിലേക്ക് ഇറക്കിയില്ല, വെളിയിലും വിട്ടില്ല. അഭയ ദീക്ഷിതർ പറയണത് കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഉള്ളിൽ മനസ്സിലെടുത്താൽ നമ്മൾ വേദനിക്കും, വെളിയിൽ വിട്ടാൽ എല്ലാവർക്കും വിഷമം. അതുകൊണ്ട് ഉത്തമ ഗൃഹസ്ഥൻ ഇത് കണ്ഠേന യച്ഛതി എന്നാണ്. ഉള്ളിലേക്കും എടുക്കണില്ല, വെളിയിലും വിടണില്ല, അങ്ങനെ കണ്ഠത്തിൽ നിർത്തുന്നു. ഇതാണ് നീലകണ്ഠൻ കാണിച്ചത്. മറ്റൊന്ന് ത്യാഗം. ലോകക്ഷേമത്തിനായിട്ട് ലോകമംഗളത്തിനായി എല്ലാവർക്കും ദുഃഖം കൊടുക്കുന്നതായ ആ വിഷത്തിനെ താൻ എടുത്തു. ഗുരു ഈ സാധകൻ്റെ എത്രയോ വിഷമങ്ങളും വാസനകളും ഇതൊക്കെ ഗുരുവിൻ്റെ മുമ്പിലാണല്ലോ ചെന്ന് കൊട്ടുന്നത്, തൂവിക്കളയണത് അവിടെയാണല്ലോ. അപ്പോൾ ആ വിഷം ഗുരുവിനെയും ബാധിക്കും. അതാണ് നീലകണ്ഠ. അതുകൊണ്ട് തം നീലകണ്ഠം ഭജേ. അങ്ങനെ ഭഗവാൻ ത്യാഗരാജൻ എന്ന പേര് വന്നത് ഇതിന്നാണ്. ജ്ഞാനസംബന്ധരൊക്കെ പരമേശ്വരനെ പാടുമ്പോൾ എല്ലാ കീർത്തനങ്ങളിലും ഈ ഒരു കഥ വരും. ദേവന്മാർ വിഷം വരുമ്പോൾ ഒറ്റ ആളില്ല എന്നാണ്. ഇത് കഴിഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ വരുമ്പോഴൊക്കെ അവർ ഉള്ളതിൽ വലിയ ഈ ലോറിയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയില്ലേ, കാറൊക്കെ, അതൊക്കെയാണോ കൊണ്ടുവന്നിരിക്കണം ഓരോരുത്തരും. ഈ വിഷം വരുമ്പോൾ ആരുമില്ല അവിടെ. എല്ലാവരും സർവാമർത്യ പലായനം, എല്ലാവരും ഓടിപ്പോയി. പക്ഷെ പരമേശ്വരന് ഔഷധം എന്നാണ്.
അത് മരുന്നായിട്ട് എടുത്തു അത്രേ ഉള്ളിലേക്ക്. ജ്വാലാകരം ഭീകരം. ഈ ലോകത്തിലുള്ള ഈ ദുഃഖത്തിനെ അമൃതവദഭ്യവഹരതി. സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ പറയുന്നു അപമാന ഗുളിക എന്നാണ്. ഈ അപമാനം എന്നുള്ള ഗുളിക അങ്ങോട്ട് കഴിക്കുക അത്ര. എന്തിനാന്ന് വെച്ചാൽ വൈരാഗ്യം വളരാനായിട്ട് യോഗി ഏറ്റവും നല്ല മരുന്നായിട്ട് അതിനെ അങ്ങോട്ട് കഴിക്കുകയാണെന്നാണ്. അപ്പോൾ വൈരാഗ്യം ഉണ്ടാവാനായിട്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ഓരോന്നായിട്ട് വന്നു. അവസാനം മഹാലക്ഷ്മി വന്നു. ലക്ഷ്മി സ്വയംവരം നടന്നു. അമൃതം വന്നു. അമൃതത്തിനെ അസുരന്മാർ കട്ടുകൊണ്ടുപോയി. ഭഗവാൻ മോഹിനി അവതാരം ചെയ്ത് അസുരന്മാരെ മോഹിപ്പിച്ച് ആ അമൃതത്തിനെ ദേവന്മാർക്ക് കൊടുത്തു. അങ്ങനെ ദേവന്മാർ വീണ്ടും ശക്തരായി തീർന്നപ്പോൾ വീണ്ടും ദ്വന്ദ്വയുദ്ധം പുനഃപുനഃ വീണ്ടും ആരംഭിച്ചു അവർ തമ്മിൽ. ദേവാസുര സംയത്താസൻ എന്ന് വേദം ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും. നമ്മളുടെ ഉള്ളിലുണ്ടല്ലോ ഈ ദൈവീ സമ്പത്ത് ആസുരി സമ്പത്ത് തമ്മിലുള്ള യുദ്ധം. ഇത് ഇങ്ങനെ തുടർന്ന് നടക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നീട് മഹാബലിയുടെ കഥയാണ്. വാമനാവതാരം. നമ്മളെന്താ വേണ്ട, ഇനിയും വായിക്കാനുണ്ടല്ലോ. 5, 5, 3, 8. അത് വളരെ വിസ്താരമായിട്ട് പറയേണ്ടി വരും. നല്ല ഗംഭീര കഥയാണത്. നാളെ രാവിലെ നമ്മൾ പറയാം വാമനാവതാരം. അതാണ് നല്ലത്. ഇപ്പോൾ കൃഷ്ണാവതാരം വായിച്ചിട്ട് സംഗ്രഹമായിട്ട് പറഞ്ഞേക്കും. വാമനാവതാരം നാളെ പറഞ്ഞിട്ട് പിന്നെ കൃഷ്ണലീലകളിലേക്ക് പോവാം. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കൃഷ്ണാവതാരം നമ്മൾ വായിക്കുന്നവരെ പോവാം. സംഗ്രഹമായിട്ട് ഒന്ന് പറഞ്ഞേക്കും കൃഷ്ണ അവതാരം. നാളെ നമ്മൾ ബാക്കി നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.